ഹലോ ഹായ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് വന്നിരിക്കുന്നത് 37ാമത്തെ ദിവസമാണ് ബിഗ് ബോസ് ഷോ. അപ്പം ബാക്കിൽ എൻ്റെ സ്ക്രീനിൽ ലൈവ് നടക്കുകയാണ്. അപ്പോൾ ഇന്നലത്തെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ് ചെയ്തില്ല, ചെറിയ ചെറിയ വീഡിയോസ് ഇട്ടങ്ങ് പോയി. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും കൂടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കാരണം നമ്മളും ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഉറക്കം വളരെ കുറവാണ്. അവർ ബിഗ് ബോസ് ഷോയിൽ 100 ദിവസം നിൽക്കുന്ന അവരവിടെ തന്നെ നിൽക്കണം. നമ്മൾക്ക് നമ്മുടേതായ ഒരുപാട് ജോലികളുണ്ട്. നമ്മളൊരു പ്രൊഫഷണൽ, ഞാനൊരു പ്രൊഫഷണൽ ആയതുകൊണ്ട് എൻ്റെ പ്രൊഫഷണൽ ലൈഫ് അവിടെ ഉണ്ട്. വക്കീൽ പണിയാണ്, അപ്പോൾ അതും ചെയ്യണം. ഒരു ക്ലൗഡ് കിച്ചൺ ചെറുതായിട്ട് നടന്നുകൊണ്ട് ഇപ്പോൾ കിച്ചണിലെ പണി ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഇപ്പോൾ ഓണമായിരുന്നല്ലോ, അപ്പോൾ എല്ലാം ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഉറക്കാനേ പറ്റുന്നില്ല, വളരെ കുറച്ച് സമയം ഉറങ്ങാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലെയൊക്കെയാണെങ്കിൽ ഞാനൊരു ഒരു എക്സ്പ്ലെയിൻ ചെയ്ത ഒരു വീഡിയോ എല്ലാത്തിനെയും കുറിച്ചും പറഞ്ഞിട്ടൊരു വീഡിയോ ഇടണമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇന്നത്തേക്ക് ഞാൻ മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് തോന്നുന്നു. ഒരുപാട് പേര് എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്, അതിന് ഭയങ്കര താങ്ക്സ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക കേട്ടോ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടി ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം. അതുപോലെ തന്നെ നമ്മളെ ലൈവ് അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന ഹോട്ട്സ്റ്റാറിലെ ബിഗ് ബോസ് ഷോ ലൈവ് അല്ല. തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് നിങ്ങൾ പോയി മലയാളം ബിഗ് ബോസ് വോട്ടിംഗ്.com നമ്മുടെ സൈറ്റാണ്, അതിൽ ഒരു വോട്ട് ചെയ്യുക. മീൻസ് നിങ്ങൾ പോൾ ചെയ്യുക. നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിക്ക് അവിടെ പോയി പോൾ ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു എത്ര വോട്ടാണ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ്, അല്ലെങ്കിൽ ഓരോ കണ്ടസ്റ്റന്റും എത്രമാത്രം വോട്ട് കിട്ടി എന്ന് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ലൈവ് അപ്ഡേറ്റ്സിൽ അറിയാൻ പറ്റും. കാരണം അങ്ങനെയാണ് ആ സൈറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സ്വന്തം സൈറ്റാണ്, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമ്മുടെ സ്വന്തം സൈറ്റാണ് മലയാളം ബിഗ് ബോസ് വോട്ടിംഗ്.com. അതിൽ ഒരു ഡിവൈസിൽ നിന്ന് ഒരു വോട്ട് മാത്രമേ ഒരു ദിവസം ചെയ്യാൻ പറ്റൂ. അപ്പോൾ അത്രയ്ക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു സൈറ്റാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിക്ക് പോയി വോട്ട് ചെയ്യുക. അറിയാത്തവർക്കെല്ലാം നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഒന്ന് ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെയാണെങ്കിൽ ലാലേട്ടൻ വന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് നമ്മുടെ അനുമോളെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. അനുമോൾ ഈ സെക്കൻഡ് വരെയും ഈ മൊമെന്റ് വരെയും അനുമോൾ പറഞ്ഞ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കണം. അതാണ് കറക്റ്റ് നിലപാട്. അതുകൊണ്ട് തന്നെ അനുമോളുടെ ആ ഒരു സത്യസന്ധത, ആ ഒരു കറക്റ്റ് നിലപാടിനെ ഞാൻ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ആര് എന്ത് നെഗറ്റീവ് പറഞ്ഞാലും ആ നെഗറ്റീവ് ഒന്നും ഒരിക്കലും അനുമോൾ കേശത്തില്ല എന്ന് തന്നെയാണ് എനിക്കിവിടെ പറയാനുള്ളത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അനുമോൾ ഭയങ്കര കരച്ചിക്കാരിയാണ്, അനുമോൾ അവിടെ ഡ്രാമ ഇറക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന ഒരു സന്ദർഭമാണല്ലോ. അപ്പോൾ പക്ഷേ അനുമോളുടെ യഥാർത്ഥ ക്യാരക്ടർ എന്ന് പറയുന്നത് പെട്ടെന്ന് കരച്ചിൽ ഇമോഷൻ ആവുന്ന ഒരു ക്യാരക്ടറാണ്. അത് ഷാനവാസ് ഇന്ന് രാവിലെ ജിസേലിനോട് പറയുന്നുണ്ട്. അനുമോളെ ആദ്യം കാലത്ത് കാണുമ്പോൾ റിയാലിറ്റി ഷോ വെച്ച് അനുമോൾ കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ജിസേൽ പെട്ടെന്ന് അതാണ് ശ്രദ്ധിച്ചത്. അപ്പോൾ അനുമോൾ പണ്ടും ഇങ്ങനെ കരയുമായിരുന്നു. അപ്പോൾ അനുമോളുടെ ഒറിജിനൽ ക്യാരക്ടർ തന്നെയാണ്. അനുമോൾ ഭയങ്കര ട്രൂത്ത് ആയിട്ടാണ്, അനുമോൾ ഭയങ്കര ജെന്യുവിൻ ആയിട്ടാണ് അവിടെ നിൽക്കുന്നത് എന്നുള്ളത് ജിസേലിന് കാര്യം മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ജിസേലും പല കാര്യങ്ങളും പറയുമ്പോഴും അതിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പിടിച്ചെടുക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. അപ്പോൾ ഇന്നലത്തെ മെനിഞ്ഞാമത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ ഇത്രയും പറഞ്ഞെങ്കിൽ ലാലേട്ടൻ ആ ക്ലിപ്പിംഗ്സ് കാണിക്കാത്തത് കൊണ്ട് തന്നെ ഒരിക്കലും നമുക്ക് അനുമോള് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അനുമോള് പറഞ്ഞത് വെറുതെയാണ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, ഒരിക്കലും പറയാൻ പറ്റില്ല. അത് കോമൺ സെൻസ് ഉള്ള ആർക്കും പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ അനുമോള് കണ്ടിട്ടുണ്ട് തന്നെ. അവരല്ലേ ക്ലിപ്പിംഗ്സ് കാണിക്കണം, അവരെല്ലാത്തിനും ചെറുതും വലുതുമായ അടിയും പിടിയും മറിച്ചത് എല്ലാ ക്ലിപ്പിംഗ്സ് കാണിക്കില്ല. പിന്നെ ഇത് ക്ലിപ്പിംഗ്സ് കാണിക്കാഞ്ഞേ. അപ്പോൾ ക്ലിപ്പിംഗ്സ് കാണിച്ച് കഴിഞ്ഞാൽ പിടി വീഴും എന്ന് ബിഗ് ബോസിന് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അത് ആ ഒരു കാര്യം കഴിഞ്ഞു. ഇന്നും അതിനെക്കുറിച്ചിട്ടുള്ള ചർച്ചകളൊക്കെ ഹൗസിനുള്ളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലത്തെ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് മസ്താനെ എഴുന്നേപ്പിച്ച് നിർത്തി. പക്ഷേ മസ്താനെ എഴുന്നേപ്പിച്ച് നിർത്തിയിട്ട് മസ്താനിക്കെതിരെയാണ് ഒരുപാട് പരാതികളെന്ന് ലാലേട്ടൻ പറഞ്ഞപ്പോൾ മസ്താനി ഒരു ചോദ്യം അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്നല്ലേ, എന്തൊക്കെയാണ് പരാതികൾ കൃത്യമായിട്ടും അത് ചോദിച്ചത്. സത്യം പറഞ്ഞാൽ ലാലേട്ടൻ ഒരുമാതിരി ആയിപ്പോയി. ലാലേട്ടൻ്റെ ഫേസ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ലാലേട്ടൻ ഒരുമാതിരി ആയിപ്പോയി. എന്തൊക്കെയാണ് എനിക്കെതിരെയുള്ള പരാതികൾ? തീർച്ചയായിട്ടും അത് ചോദിക്കണം. കാരണം എനിക്കെതിരെ ഒരു പരാതി വന്നാൽ ആ പരാതി എന്താണെന്ന് അറിയാനുള്ള അവകാശം എനിക്കുണ്ട്. അത് കൃത്യമായിട്ടും മസ്താനി അവിടെ ചെയ്തു. മസ്താനി നെഗറ്റീവ് കളി കളിക്കുകയോ എന്ത് കളി കളിച്ചാലും മസ്താനിക്ക് അത് ചോദിക്കാനുള്ളതുണ്ട്. അതുപോലെ തന്നെ അവർക്ക് സംസാരിക്കാനുള്ള സ്പേസ് കിട്ടാൻ വേണ്ടി ലക്ഷ്മിയും മസ്താനിയും ബാക്കിൽ പോയി നിന്നു. അത് നമ്മളെ കുറച്ച് എഡിറ്റ് ചെയ്തിട്ടാണ് കാണിച്ചത്. അപ്പോൾ എന്താണെന്നുള്ളത് സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. കാരണം ലാലേട്ടൻ അവർക്ക് കൊടുക്കുന്നില്ല.
അല്ല അക്ബറിനെയും അതുപോലെ തന്നെ ജിസേൽ ആര്യനെയും ലാലേട്ടൻ ഒന്നും പറയുന്നില്ല. അവര് എന്ത് പറഞ്ഞാലും ലാലേട്ടൻ അംഗീകരിച്ചു കൊടുക്കുന്ന പോലെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ. ലക്ഷ്മിയുടെ പാൻറ് എടുത്ത് ദൂരെ കളഞ്ഞു. അപ്പൊ ലക്ഷ്മി ആ തുണി ഒരുപാട് പ്രാവശ്യം തുണി അവിടെ ഇടരുതെന്ന് പറഞ്ഞു. ഇടരുത് പറഞ്ഞപ്പോൾ കുളിക്കാൻ ഭാവിച്ചപ്പോൾ ഞാൻ തേച്ച് അവിടെ മടക്കി വെച്ച സാധനം കുളിക്കാൻ ഭാവിച്ചപ്പം ടാസ്ക് വന്നു, അങ്ങനെ ലിവിങ് റൂമിൽ വരാൻ പറഞ്ഞു, അങ്ങനെ ഞാൻ പോരുന്നതാണെന്ന്. പക്ഷെ അവിടെ ജിസേലിന്റെ തുണിയും ഉണ്ടായിരുന്നു. ജിസേൽ അടുക്കള നിൽക്കുന്ന ജിസേലിന്റെ തുണി എങ്ങനെയാണ് അവിടെ വരുന്നത്? ജിസേൽ എന്തോ കുളിക്കാം, ആര്യനും ജിസേലോട് ഒരുമിച്ചാണ് കുളിക്കുന്നത്. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യമായിരുന്നു. കാരണം ജിസേൽ കിച്ചണിൽ നിൽക്കുന്ന ജിസേലിന്റെ തുണിയും എടുത്തെറിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ജിസേലിന്റെയും ആര്യന്റെയും ഒക്കെ തുണി അവിടെ സ്ഥിരമായിട്ട് ഇട്ടേക്കുവാണ്. അത് വളരെ മോശമായിട്ടുള്ളൊരു സംഗതിയല്ലേ. ഇത് ഒരാളെ രണ്ടുപേരെ താമസിക്കുന്ന ഒരു വീടല്ല, 10-21 പേരുള്ള ഒരു വീട്ടിൽ ഹൗസിൽ ആകപ്പാടെ കുറച്ച് സ്ഥലം, അതൊരു ക്ലീനിങ് ഏരിയ, 2 ബാത്റൂമാണ് ആകപ്പാടുള്ള. അവിടെ കൊണ്ടുവന്ന് ആ സോഫയിൽ അവരുടെ തുണി ഇടുകയെന്ന് പറഞ്ഞാൽ അവർക്ക് അപ്പോൾ എന്താ വേണ്ട അടുത്ത ടാസ്ക് ഉണ്ടെങ്കിൽ അവരവരുടെ തുണി കൊണ്ടുവന്ന് അവരുടെ ബെഡിലോ വല്ലയിടത്തും കൊണ്ടുവന്ന് വെച്ചിട്ട് പോകണം. തിരിച്ചു വരുമ്പോൾ കുളിക്കാൻ നേരത്തെ എടുക്കണം. അവൻ്റെ അണ്ടർവെയറും അവൻ്റെ സാധനങ്ങളും എടുക്കുക, മറ്റുള്ള പെണ്ണുങ്ങൾ എടുക്കുകയാണ് പണി, അത് അവിടെ കൊണ്ട് വെക്കലാണ് പണി. അപ്പോൾ അതൊക്കെ വളരെ മോശമായ സംഗതികളാണ്. അതൊന്നും ലാലേട്ടൻ അതിനെക്കുറിച്ചൊന്നും പരാമർശിച്ചില്ല. അത് ലക്ഷ്മിയെ കുറ്റപ്പെടുന്ന രീതിയിലാണ് ലാലേട്ടൻ സംസാരിച്ചത്. അതുപോലെ തന്നെ ലക്ഷ്മിയുടെ പാൻറ് എടുത്തെറിഞ്ഞു. അത് എങ്ങനെ എടുത്തു കൊടുക്കുമെന്നുള്ളതാണ്. എന്തിനാണ് അങ്ങനെ എറിയുന്നത്? ഒരു പാൻറ് എടുത്ത് എന്തിനാണ് അങ്ങനെ വലിച്ചെറിയുന്നത്? അത് മോശമായി പോയില്ലേ എന്ന് എന്തുകൊണ്ട് ലാലേട്ടൻ ചോദിച്ചില്ല? അതിനകത്തൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട്, കാരണം എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ പലതും കണ്ണടച്ച്, അവർ ചെയ്യുന്ന പല കാര്യങ്ങളും കണ്ണടയ്ക്കുന്നു. പിന്നെ അതേപോലെ തന്നെ ജിസേലി കൊഞ്ചി ഭയങ്കരമായിട്ട് കൊഞ്ചി മലയാളം പറഞ്ഞു. ജിസേലിന് എന്താ മലയാളം അറിയില്ലേ? ജിസേലിനൊക്കെ വളരെ നന്നായിട്ട് മലയാളം അറിയാം. ജിസേൽ ആലപ്പുഴയിലെ ഒരു അവരുടെ അമ്മയുടെ പേര് പറഞ്ഞില്ലേ, പൊന്നമ്മ, ചേട്ടത്തി തങ്കമ്മ, ഇവർ 2 പച്ച മലയാളി സ്ത്രീകൾ, ഒരു അമ്മയും വല്യമ്മയും കൂടി വളർത്തിയ ഒരു വ്യക്തിയാണ് ജിസേൽ. ജിസേലിന്റെ അച്ഛൻ 5 വയസ്സിൽ മരിച്ചുപോയ ഒരാളാണ്. ജിസേലിന്റെ അച്ഛൻ്റെ ആൾക്കാരുമായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പം മലയാളികളായ 2 അമ്മമാരാണ് ജിസേലിനുള്ളത്. ഈ അമ്മമാരെന്തോ ഹിന്ദിയാണ് പഠിപ്പിച്ചത്, അല്ലെ ഇംഗ്ലീഷാണ് പഠിപ്പിച്ചത്. ഞാൻ എൻ്റെ മകനെ പഠിപ്പിക്കുന്നത്, അല്ലെ ഞാൻ എൻ്റെ മകളെ പഠിപ്പിക്കുന്നത് ഞാൻ പറയുന്ന ഭാഷയായിരിക്കുമല്ലോ, അവരെന്തോ ഹിന്ദിയിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് നിന്നു. കാരണം ചീത്ത പറയുമ്പോൾ, വഴക്കിടുമ്പോൾ പല സമയത്തും ജിസേൽ ഭയങ്കര പച്ച മലയാളമാണ് പ്രയോഗിക്കുന്നത്. അല്ലാത്ത സമയത്ത് എനിക്ക് അഴിയില്ല, എനിക്ക് ഇങ്ങനെ അഴിയില്ല, എനിക്ക് ഇഴ അഴിയില്ല ലലേത്ത, ലലേത്ത ഇങ്ങനെ അറിയില്ല ലലേത്ത എന്നൊരു കൊഞ്ഞി എനിക്ക് മലയാളം അറിയില്ല, മലയാളം കുരിച്ച് അരിയാം എന്നൊരു സമാധാനം പറഞ്ഞ പണ്ടത്തെ ഒരു ഡയലോഗ് ഉണ്ട്. എനിക്ക് മലയാളം കുരിച്ചറിയടേ. മലയാളം അറിയുന്നത് പറയുന്നത് അന്തസ്സല്ല. ഒരു മലയാളിയായിട്ട് ജനിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ മലയാളമാണ് അറിയേണ്ടത്. നമ്മുടെ ഭാഷ നമ്മൾ വ്യക്തമായിട്ടും ശുദ്ധമായിട്ടും സംസാരിക്കാൻ പഠിക്കണം. അല്ലാണ്ട് നമുക്ക് മലയാളം അറിയില്ല എന്ന് പറയുന്നത് ഭയങ്കര അഭിമാനമായിട്ട് വിചാരിക്കുന്ന വെറും വിവരവിദോഷികളാണെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം ഞാൻ ബാംഗ്ലൂരാണ് 5 വർഷം പഠിച്ചത്. ഞാൻ കന്നഡ സംസാരിക്കുന്ന ആളാണ്, ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളാണ്, അത്യാവശ്യം തമിഴ് സംസാരിക്കുന്ന ആളാണ്, അത്യാവശ്യം ഹിന്ദി സംസാരിക്കുന്ന ആളാണ്. പക്ഷെ എൻ്റെ മലയാളം എന്ന് പറഞ്ഞാൽ മലയാളം ശുദ്ധമായ മലയാളമാണ്. കാരണം അഥവാ മലയാളത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയാൽ ആരെങ്കിലും അതൊന്നും മാറ്റി തന്നാൽ ഞാൻ കൃത്യമായും ആ മലയാളം മാത്രമേ പറയാറുള്ളൂ. കാരണം നമ്മൾ മലയാളികളാണ്. നമ്മൾ മലയാളം പറയുന്നതിൽ നമുക്ക് എന്താണ് അന്തസ്സുകേട്? നമ്മളുടെ മാതൃഭാഷയാണ്. നമ്മളുടെ മാതൃഭാഷയെ നമ്മൾ എന്തിനാണ് തള്ളിക്കളയുന്നത്? അതുപോലെ തന്നെ ഇപ്പോൾ പകുതി ഹാഫ് പഞ്ചാബി ആയിരുന്നു. ഈ ഹാഫ് പഞ്ചാബി അച്ഛനല്ല, പിന്നെ ജിസേലിനെ വളർത്തി. അച്ഛൻ 5 വയസ്സിലൊക്കെ ജിസേലിൻ്റെ അച്ഛൻ മരിച്ചുപോയതാണ്. പിന്നീട് അമ്മയായ പൊന്നമ്മ എന്ന് പറയുന്ന അമ്മയും അതുപോലെ തന്നെ വല്യമ്മയായ തങ്കമ്മയുമാണ് വളർത്തിയത്. അപ്പോൾ ഭയങ്കര ഫാഷൻ ഇരിക്കും, മരിയില്ലോ എന്നൊക്കെ പറഞ്ഞ് കൊഞ്ഞി പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ ക്യൂട്ട്നെസ് വാരി എറിയുമല്ലേ. അവിടെ അനിമോളാണോ ക്യൂട്ട്നെസ് വാരി എറിഞ്ഞത്? ഞാൻ ആരെയും കമ്പയർ ചെയ്യല്ല. ജിസേലിൻ്റെ ജിസേലുമായിട്ട് കമ്പയർ ചെയ്യാനുള്ള ഒരു കാര്യം അവിടെ ഇല്ല. കാരണം ജിസേലിനെ സംബന്ധിച്ചും അനിമോളും തമ്മിൽ യുഗാന്തര വ്യത്യാസമുണ്ട്. സ്വഭാവത്തിലും ആറ്റിറ്റ്യൂഡിലും എല്ലാത്തിലും വ്യത്യാസമുണ്ട്. അപ്പോൾ അതവിടെ ഞാൻ കമ്പയർ ചെയ്തതല്ല. പക്ഷേ അവിടെ ലാലേട്ടനെ ഭയങ്കര ഒരു പക്ഷഭേദം ഞാൻ അവിടെ കണ്ടു. ജിസേലിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ആര്യൻ്റെ കാര്യത്തിലും. പിന്നെ ഒരുപാട് സ്പേസ് അക്ബറിന് സംസാരിക്കാൻ കൊടുക്കുന്നു. അക്ബർ ഓരോരുത്തരും മറ്റുള്ളവരോട് ചോദ്യം ചോദിക്കുമ്പോൾ അക്ബർ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുമ്പോൾ വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ലാലേട്ടൻ പറഞ്ഞു അവിടെ ഇരിക്കൂ, നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ മറുപടി പറയാം. പക്ഷേ പലതിനും അക്ബറോട് എഴുന്നേറ്റ് മറുപടി പറഞ്ഞു. എന്തിനാണ് അങ്ങനെ ഒരു ആൾക്ക് പ്രത്യേക ഫേവറിസം കൊടുക്കുന്നത്? അക്ബർ എന്തോ വലിയ മഹാനായ മനുഷ്യനോ? അല്ല, അയാൾക്കെന്ത് പ്രത്യേകത? അയാൾക്കൊന്നും ഒരു പ്രത്യേകതയില്ല. അയാളുള്ള പ്രത്യേകത അയാൾക്ക് ഒരു പാട്ടുകാരൻ, അല്ലെങ്കിൽ അയാൾക്ക് മ്യൂസിക് ചെയ്യുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ പോലും നമുക്ക് പ്രേക്ഷകർക്ക് അയാൾ ഒരിതും ചെയ്യുന്നില്ല. ബിഗ് ബോസ് വല്ല പാട്ടോ വല്ല സംഭവം ഉണ്ടാക്കാൻ പറയുമ്പോൾ മാത്രമാണ് അയാൾ 5-6 വരി ഉണ്ടാക്കുന്നത്. അല്ലാണ്ട് അയാൾക്ക് എന്തെല്ലാം ഫൺ രീതിയിൽ കൊണ്ടുവരുന്നത്. അയാളെ വായിൽ കക്കൂസ് വർത്തമാനം അല്ലാതെ വേറെ എന്ത് വർത്തമാനമാണ് വരുന്നത്? അയാളുടെ വായി തന്നെ ഇത്രയും ഒരു നല്ല ഒരു കലാകാരൻ, ഈ നാക്കിൽ നിന്നാണ് അയാൾക്ക് സരസ്വതി നമ്മൾ ഹിന്ദുക്കളായതുകൊണ്ട്, ഹിന്ദു ഇതായതുകൊണ്ട് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചത് സരസ്വതി. നമ്മളൊക്കെ നല്ല സംസാരിക്കുന്നതിന് സരസ്വതി ദേവി കടാക്ഷിച്ചെന്നൊക്കെയാണ് നമ്മൾ പറയുക. അപ്പോൾ ആ ഒരു നാവ് കൊണ്ടിട്ട് ശുദ്ധ കക്കൂസ് വർത്താനമല്ലേ പറയുന്നത്? അയാൾ പറയുന്നതാണ് കക്കൂസ്, തീട്ടം, ആൾക്കാരെ വിളിക്കണ വിളിയാണ്. അപ്പം സെപ്റ്റി ടാങ്ക്, ഇതേ കണക്കുള്ള വ്യക്തിയാണ് ലാലേട്ടൻ അങ്ങ് എടുത്ത് പൊക്കി പിടിക്കുന്നത്. അപ്പോൾ അതിനകത്തൊക്കെ എനിക്ക് എന്തോ ഒരു വല്ലാത്തൊരു ബയാസ് അനുഭവപ്പെട്ടു കേട്ടോ. അതൊരു ബയാസ് തന്നെയാണ് എന്നുള്ളത്, പക്ഷഭേദം.
പക്ഷഭേദം എനിക്ക് അനുഭവപ്പെട്ടു. അത് പറയാതിരിക്കാൻ എനിക്ക് നിവർത്തിയില്ല. ഇന്നലെ പിന്നെ അനിമോൾ ഭയങ്കര ഡള്ളായിരുന്നു. കാരണം അനിമോളിന് നേരത്തെ നല്ല വയറ് നിറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ അനിമോൾ ആ വയറ് നിറച്ച് കിട്ടിയിട്ടും ഏഷ്യാനെറ്റ് ന്യൂസ് പോലും ഇട്ടിരിക്കുന്നത്, ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ട്, അനിമോൾ പതറിയില്ല. കാരണം കറക്റ്റാണ്, മോഹൻലാൽ വരട്ടിയിട്ടും ലാലേട്ടൻ വരട്ടിയിട്ടും മോഹൻലാൽ വരട്ടിയിട്ടും അനിമോൾ പതറിയില്ല. മോഹൻലാൽ വരട്ടിയിട്ടും ഭീഷണിപ്പെടുത്തിയിട്ടും ഒന്നും അനിമോൾ പതറിയില്ല. കാരണം അനിമോൾ ആ സ്റ്റാൻഡിൽ തന്നെയാണ് ഉറച്ചിരിക്കുന്നത്. അങ്ങനെ ആ സ്റ്റാൻഡിൽ ഉറച്ച് നിൽക്കുമ്പോൾ അവർ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അവർ ക്ലിപ്പിംഗ്സ് കാണിക്കണമായിരുന്നു. അത് കാണിച്ചില്ലല്ലോ. അപ്പോൾ അനിമോൾ തന്നെയാണ് ശരി, അനിമോളാണ് ജെനുവിൻ, അനിമോളാണ് ട്രൂത്ത്, അനിമോളാണ് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ അനീഷും സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുന്ന രണ്ടേ രണ്ട് വ്യക്തികളാണ് ഞാനിപ്പോൾ ഇതുവരെ അവിടെ കണ്ടത്. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ അപ്പോൾ ഇന്നലത്തെ കാര്യങ്ങൾ അതൊക്കെയാണ്. എനിക്ക് അതിനകത്തുള്ള പക്ഷഭേദം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ശൈത്യയുടെ അവിടെ ഇന്നലത്തെ ഒരു നമ്മളെല്ലാവരും കണ്ടു, ശൈത്യ കരഞ്ഞതും കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ശൈത്യ അവിടെയും പറയാനായിട്ട് പിന്നെ നീ എന്നെ തെറ്റിദ്ധരിച്ചു, നീ അങ്ങനെ കാണിച്ചു, നീ ഇങ്ങനെ കാണിച്ചു എന്നാണ് ശൈത്യ അവിടെ പറയാൻ ശ്രമിച്ചത്. അവിടെയും അനിമോളെ കുറ്റപ്പെടുത്താനാണ് ശ്രമിച്ചത്. അനിമോൾ പക്ഷേ കരഞ്ഞത് വളരെ ജെനുവിനായിട്ട്. അനിമോളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വളരെ ജെനുവിനായിരുന്നു. ഏത് എപ്പിസോഡ് നോക്കിയാലും അതുപോലെ തന്നെ ഏത് ലൈവ് കണ്ടവർക്കും ഒരു അനിമോൾ ഒരിക്കലും ഈ ഫ്രണ്ട്ഷിപ്പ് പോകുന്നത് വരെ ശൈത്യ ഒരു വാക്കുകൊണ്ടും കുറ്റം പറഞ്ഞിട്ടില്ല, എവിടെയും കുറ്റം പറഞ്ഞിട്ടില്ല. അനിമോളുടെ കൂടെ ഇരുന്നിട്ടും ശൈത്യ പല സ്ഥലങ്ങളിൽ പോയി അനിമോളെ കുറ്റം പറയുകയും ഇതേപോലെ തന്നെ പിന്നെ പരദൂഷണം പറയുകയും അനാവശ്യമായിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്ത് മറ്റുള്ളവരോട് പറയുകയും ചെയ്യുക മാത്രമാണ് ശൈത്യ ചെയ്തുകൊണ്ടിരുന്നത്. ശൈത്യ പുറത്തിറങ്ങി വന്നിട്ടും അത് തന്നെ ചെയ്യുന്നതെന്നുള്ളതാണ് മറ്റുള്ളവരുടെ വീഡിയോയിൽ നിന്ന് ഞാൻ കണ്ടത്. ഞാനത് കാണാൻ പോയില്ല, എനിക്കത് താല്പര്യമില്ല. കാരണം പുറത്തിറങ്ങിയ ആൾക്കാരുടെ ഒരു വിവരങ്ങളും പറയാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ എനിക്ക് നേരെ വല്ലതും വന്നാൽ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് നേരെ, അല്ലെങ്കിൽ നമ്മൾ പഴയ വീഡിയോ ഇട്ടതിനെതിരെ ആരെങ്കിലും ഒരു കമന്റ് ആയിട്ട് വന്നാൽ മാത്രമേ ഞാൻ ആ വീഡിയോസ് ഇടൂ. അല്ലാണ്ട് ഈ പുറത്തു പോയ ആൾക്കാരെ കുറിച്ച് എനിക്ക് യാതൊരു തരത്തിലുള്ള താല്പര്യമില്ല. പിന്നെ രേണുവിനെ ഇട്ടതെന്ന് ഞാൻ രേണു പുറത്ത് വന്നിട്ട് എന്തുകൊണ്ടാണ് രേണുവിനെ ആരും പുറത്താക്കിയതില്ല. രേണു സ്വയം പുറത്ത് വന്നിട്ട് എന്താണ് പറയുന്നതെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ബിഗ് ബോസിന്റെ ഇന്റർവ്യൂ ഞാൻ പോയി കണ്ടത്. അത് ബിഗ് ബോസിന്റെ ഇന്റർവ്യൂലാണ് പറഞ്ഞത് ഞാൻ അബ്നോർമൽ ആയിരുന്നു, എനിക്ക് നോർമൽ അല്ലായിരുന്നു, ഞാൻ ഇനിയും ഞാൻ നിന്നിരുന്നെങ്കിൽ ലാലേട്ടനോടും പറഞ്ഞല്ലോ വേറൊരാളായി മാറിയേനെ എന്ന് പറയുമ്പോൾ അത് മാത്രമേ ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളൂ. അല്ലാണ്ട് ഞാൻ ഇവർ പുറത്ത് നടക്കുന്ന ഇവരാരാണ് എന്താണോ ഒന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ഞാൻ അവരുടെ പേഴ്സണൽ ലൈഫ് ചകഞ്ഞു പോകുന്ന ഒരാളുമല്ല. കാരണം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, അങ്ങനെ ആർക്കും അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ കാഴ്ചപ്പാട്. പിന്നെ നമ്മൾ നേരെ ആരെങ്കിലും വരുവാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതെല്ലാം എടുത്ത് വലിച്ചു പുറത്തിടുക, അത് ഉറപ്പാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് എന്നിട്ട് ശൈത്യ തിരിച്ചു വന്ന് അത് കഴിഞ്ഞതിന് ശേഷം ഒരു എവിക്റ്റ് ആയപ്പോൾ ആദില നൂറയുടെയൊക്കെ ഒരു മുഖഭാഗമാണ്. നൂറ പിന്നെയും കുറച്ചും കൂടി ട്രൂത്താണ് കേട്ടോ, കുറച്ചും കൂടി റിയാലിറ്റി. അത് ഒരു ഫേക്ക് അല്ല, പക്ഷെ ആദില ഫേക്ക് തന്നെയാണ്. ഫേക്ക് എന്നല്ല, ആദിലയുടെ ഫേസ് കറക്റ്റായിട്ടുള്ള ഫേസിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ആരെങ്കിലുമൊക്കെ ഇങ്ങ് ഔട്ടായി പോയാൽ മതി, കാരണം ഞങ്ങൾക്ക് നിന്നാൽ മതി എന്നാണ്. നൂറ പിന്നെ സെൽഫിഷാണ്, അത് ആദിലയുമായി ചേർന്നാണ് സെൽഫിഷ് ആവുന്നത്. ഞാൻ ഇത് ആലോചിക്കട്ടെ, ഇവർ രണ്ടുപേരും സെപ്പറേറ്റ് കണ്ടസ്റ്റന്റ് ആണ്, ഒറ്റ കണ്ടസ്റ്റന്റ്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് നിന്നേ കളിക്കാൻ പറ്റത്തുള്ളെങ്കിൽ ഇവരെ ആരെങ്കിലും ഒരാളെ ഔട്ടാക്കി വിടണം. ഒരാൾ കളിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാമല്ലോ. അതിലെ ഔട്ടാക്കിയാൽ നൂറ എങ്ങനെ ഒറ്റയ്ക്ക് കളിക്കുമെന്ന് അറിയാമല്ലോ. അപ്പോൾ നൂറയുടെ കളി പുറത്ത് വരും. അപ്പോൾ രണ്ടുപേരും കൂടി ഇരിക്കുന്നത് കൊണ്ട് ഇവർ രണ്ടുപേരുടെയും കളി നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. അത് തന്നെയായിരിക്കണം ചെയ്യേണ്ടത്. ഇവരാരെങ്കിലും ഒരാളെയും ഔട്ടാക്കി പുറത്ത് വിടണം, അതായിരിക്കും ജനങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് എനിക്ക് ഇന്നലെ തോന്നിയതാണ്. ശൈത്യ ഔട്ടായപ്പോൾ ആദിലയുടെ ഫേസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു തോന്നലാണ് ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും. ഞാൻ കഴിഞ്ഞ വീഡിയോ വരെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് രണ്ടുപേരും അവിടെ തന്നെ നിൽക്കട്ടെ, കുറേ നാൾ നിൽക്കട്ടെ, അവർ അവസാന സ്റ്റേജ് വരെ വരട്ടെ എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ വിചാരിക്കുന്ന ആരെങ്കിലും ഒരാൾ ഔട്ടാവണം. അപ്പോൾ ഒരാളുടെ കറിയും നമുക്ക് അറിയാൻ പറ്റും. കാരണം ആദിലയുടെ ഫേസ് ഇന്നലെ എങ്ങനെയാണ്, എല്ലാവരും ഔട്ടായി പോട്ടെ, ഞങ്ങൾ രണ്ടുപേരും മാത്രം നിൽക്കട്ടെ, ഞങ്ങൾ രണ്ടുപേരും മാത്രം നിൽക്കണം എന്ന് പറഞ്ഞാൽ അവരോടെല്ലാം ചേർന്നിരുന്നു കൊണ്ട് ഇവരോടെല്ലാം നല്ല ഫ്രണ്ട്ഷിപ്പാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് ഉള്ള ഒരു സംഭവമാണത്. അതെന്തിനു വേണ്ടിയാണെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ്സിൽ ജിസയിലും ഷാനവാസ് രാവിലെ ആണെങ്കിൽ പിന്നെ ഈ നൂറയ്ക്കും ആദിലേക്കും ഈ അനീഷിനെ ഒരുപാട് കുത്തുന്ന ഒരു സ്വഭാവമുണ്ട് കേട്ടോ. ഒരു കാര്യമില്ലാതെ ചെന്നിരിക്കുക, അനീഷ് ഇരിക്കുന്ന സ്ഥലത്തിരിക്കുക, അതെന്തിനു വേണ്ടിയാണെന്നറിയാം എനിക്കറിയത്തില്ല. സ്ക്രീൻ സ്പേസിലോ അത് ഇനി അങ്ങനെ ചൊറിയാൻ ഒരു വാക്ക് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ്. പക്ഷേ അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഭയങ്കര ബുദ്ധിമാനാണ്. അനീഷിൻ്റെ അടുത്ത് ആരുടെയും കളിയൊന്നും നടക്കത്തില്ല മക്കളെ. അതുപോലെ തന്നെ അങ്ങനെ പിന്നെ സുപ്രഭാതം എന്ന് അനീഷ് വിളിക്കുന്നുണ്ട്. സുപ്രക്കൂട്ടൻ എന്ന് പറഞ്ഞൊരു പേരൊക്കെ ഇട്ട് അത് അനീഷിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അനീഷ് പറഞ്ഞാൽ അത് ശരിയല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ രാവിലെ ഒരു ചെറിയ സംസാരം നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ കിച്ചണിൽ രാവിലെ ബിന്നിയും റെനയും കൂടി ഉണ്ടാക്കിയ ഒരടി ഉണ്ടായിരുന്നു. അവർ ക്രിയേറ്റ് ചെയ്ത ഒരടിയാണ്. അവർ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി, ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി, പ്രേക്ഷകർ മണ്ടന്മാരാന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരടി ഉണ്ടായിരുന്നു. പിന്നെ പാത്രം കഴുകുന്നത്, രാവിലെ ചായ ഇടുന്നതുമായി ബന്ധപ്പെട്ട് ബസ്സിൽ കഴുകി കൊടുത്തില്ല എന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് അടി ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും കൂടി ചെവിയിൽ, റെനയും ബിന്നിയും കൂടി ചെവിയിൽ സംസാരിക്കുന്നത് ഞാൻ കണ്ടു. കാരണം അതിനു മുമ്പ് ഞാൻ ഇങ്ങനെ ഒന്ന് കണ്ടതാണ്. അടിയുടെ രാത്രി ഒരു 11
മണിയായപ്പോൾ ഞാൻ പറയുന്നത് നീ കയറി പിടിക്കണമെന്ന് രണ്ടുപേരോട് പറയുന്നു. അതിന് എസ് വെക്കുന്നു ആദില. നമ്മൾ പ്രേക്ഷകരെ മണ്ടന്മാരാക്കുവാണ് ഇവരും. പ്രേക്ഷകർ നമ്മളേതാണ്ട് ഇവരുടെ കണ്ടന്റ് കാണാനായിട്ട് കാത്തിരിക്കുന്നത്. കണ്ടാലും മതി, എന്ന് പറയില്ല, കണ്ടാലും മതി എന്ന് പറഞ്ഞാൽ ഇവരുടെ കണ്ടന്റ് കണ്ട ഭ്രാന്ത് വരും. നമുക്ക് എല്ലാത്തിനും അടിച്ച് അല്ലെങ്കിൽ TV എറിഞ്ഞു പൊട്ടിക്കാനാണ് നമുക്ക് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ സ്ക്രീനിൽ എനിക്ക് ദേഷ്യം വന്നിട്ട് പല സമയത്ത് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് രാവിലെ ഒരു വലിയ ഒരു മണിക്കൂർ കൂടുതൽ ഇങ്ങനെ കിച്ചണിൽ അങ്ങ് സംസാരം. അപ്പോൾ അത്രയും സ്ക്രീൻ സ്പേസ് കിട്ടി. ലൈവിൽ അത്രയും നേരം 1.5 മണിക്കൂറായിരുന്നു. ഈ ഒരു ലൈവ് നാടകം, ഒരു ഡ്രാമ അവർ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം പിന്നീട് നമ്മൾ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളെ എവിടെയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അനുമോൾ അവിടെയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അനുമോള് വലിയ ഇതൊന്നും കാണിച്ചില്ല. ലാസ്റ്റ് അനുമോൾ ഒരു സ്ഥലത്ത് വന്നിരിക്കുമ്പോൾ അനുമോൾ പ്രവീണായിട്ട് ഇന്ന് സംസാരിക്കുന്നുണ്ട്. പ്രവീൺ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നു. പിന്നെ അതിനുശേഷം അനുമോള് അവിടെ വന്നിരുന്ന സമയത്ത് അവൾ ഇരുന്ന സോഫായിട്ട് അവിടെ ആര്യൻ വന്നങ്ങ് കിടന്ന്. നമുക്ക് പുറത്ത് ദൂരെ നിന്ന് കാണുന്നവർ വിചാരിക്കും ആര്യൻ അവളുടെ മടി വന്ന് കിടക്കുവാണെന്ന്. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ സ്ക്രീൻ ഷോട്ട് എടുത്തിട്ടാണ് ഈ അനുമോൾക്ക് നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാർ വന്ന് കാണിക്കുന്നത്. കണ്ടില്ലേ, ആര്യനുമായിട്ട് മറ്റേതാണ് മറിച്ചതാണ്. നാണമില്ലാത്ത കുറെ പരിശകൾ. അവനെയാണ് ആദ്യം ആര്യൻ എന്ന് പറയുന്നവനായിരുന്നു ഇപ്രാവശ്യം ഔട്ടാക്കുന്നത്. അപ്പാനെ ഇവിടെ നിന്നിട്ട് ആര്യനെ ഔട്ടാക്കി കളയണമായിരുന്നു. ആര്യനായിരുന്നു ഔട്ട്. എന്തുകൊണ്ടാണ് അപ്പാനെ ഔട്ടായെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പാനെ ഔട്ടായത് എനിക്ക് ഷോക്കിങ് കേട്ടോ. അപ്പാനെ ഈ ആഴ്ചയിലൊന്നും പോകേണ്ട ഒരാളല്ല, 2-3 ആഴ്ചയൊക്കെ നിൽക്കണമായിരുന്നു. ആര്യനായിരുന്നു ആ സ്ഥാനത്ത് ഔട്ട് ആവേണ്ടത്. അതെനിക്കൊന്ന് ബിഗ് ബോസിൽ ആ ട്രാക്ക് പിടിക്കട്ടെ, ജിസേലുമായിട്ടുള്ള ഒരു സംഭവം നടക്കട്ടെ എന്ന് വിചാരിച്ച് മാത്രം ഒരു കാര്യം നിർത്തി. അല്ലെങ്കിൽ വേറെ എന്തോ കാര്യമുണ്ട്. കാരണം ലാലേട്ടനും ആര്യനും ഒന്നും പറയുന്നില്ല. പിന്നെ എന്തെല്ലാം കാണിച്ചു. ലാലേട്ടനെ പോലും അവൻ മോശമായിട്ട് അങ്ങേര് എന്നൊക്കെ വിളിച്ച് സംബോധന ചെയ്തു. അപ്പോൾ എന്നിട്ട് പോലും ലാലേട്ടൻ അവനെതിരെ യാതൊരു തരത്തിലുള്ള ഒരു വാക്കുകൾ കൊണ്ട് പോലും ലാലേട്ടൻ അവനെ ഒന്നും പറയുന്നില്ല. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. അത് വഴിയേ വരും. പിന്നെ നമുക്ക് ഇപ്പം ഇന്ന് അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ പിന്നെ അനുമോള് അനുമോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അനുമോളിന് മനസ്സിലായി ഇത് വേറെ രീതിയിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ആര്യൻ അവളുടെ അടുത്തോട്ട് ചെന്നിരിക്കുന്നതെന്ന്. അങ്ങനെ അവളങ്ങ് എഴുന്നേറ്റ് പോയി. പിന്നെ ഷാനവാസ് ഇന്ന് ജിസേലിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ അത് ഈ ഷാനവാസ് കുറേ ദിവസമായിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഷാനവാസ് നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവൾ എന്നെ നന്ദി കാണിച്ചില്ല, അവളെ ഞാൻ സേവ് ചെയ്തു, അവളെ ഞാൻ സപ്പോർട്ട് ചെയ്തു. എല്ലാം നീ ഷാനവാസ് എന്തോ സപ്പോർട്ട് ചെയ്തെന്നാണ് പറയുന്നത്. ആൾക്കാരെല്ലാം കൂടി ബഹളം വെച്ച് അവൾ ഷാനവാസ് ഇക്കാന്ന്. കാരണം നിങ്ങളെ പരിചയം ഉണ്ടാണ് ഷാനവാസ് ന്ന് വിളിച്ചു. അപ്പം നിങ്ങൾ ചെന്നു നിങ്ങൾ ഇടി കൊടുക്കാനോ നിങ്ങൾ വഴക്കിടാനോ മറ്റുള്ളവരോട് അടി കൂടാനൊന്നല്ല അവൾ പറഞ്ഞത്. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം അവളുമായിട്ട് ബന്ധപ്പെട്ടല്ലോ നിങ്ങൾ അക്ബറുമായിട്ട് വഴക്കിട്ടെ. ഞാൻ കൺഫ്യൂഷൻ റൂമിൽ പോയി മറ്റേതാണ് മറിച്ചതാണ്. എന്നിട്ട് അവൾക്ക് നന്ദിയില്ല, അവൾ തിരിച്ചു വന്ന് എന്നോട് ചോദിച്ചില്ല. അവൾ എന്തിനാണ് ചോദിക്കുന്നത്? അവളെ ഒന്നത്തെ കാര്യം അവളെ എല്ലാവരും കൂടി ആക്രമിച്ച് ഇതേ കണക്കൊരു വ്യക്തിയെ വലിച്ചിക്കറിയ ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല. ഡോക്ടർ റോബിനെയാണ് നമ്മൾ കണ്ടത്. പക്ഷെ അതൊരു ആണാണെങ്കിലും പറയാം. അതേ കണക്ക് ഒരു പെണ്ണിനെ എല്ലാവരും കൂടി കൂട്ടം ചേർന്ന് ബുള്ളിങ് നടത്തിയപ്പോഴും നിങ്ങൾ എവിടെ പോയിരുന്നു? നിങ്ങൾ എന്തോ ഒരു പ്രാവശ്യം കണ്ട് നിങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങൾ കൂടെ സംസാരിക്കുന്നത് നമ്മൾ ലൈവിൽ കണ്ടില്ല. അനീഷ് സംസാരിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്ക്. പിന്നെ ലാലേട്ടൻ വന്ന് ചോദിച്ചപ്പോൾ നിങ്ങളൊരു വാക്ക് എഴുന്നേറ്റ് എന്ന് പറയുന്നത്. നിങ്ങളൊരു സ്റ്റാൻഡുള്ള ഒരു മനുഷ്യൻ, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ പറയണമായിരുന്നു ഞാൻ കണ്ടു ഇവരെല്ലാവരും കൂടി അവളെ കൂട്ടമായിട്ട് ആക്രമിച്ചു. അത് അനീഷ് മാത്രമല്ലേ പറഞ്ഞത്? അത് എന്നിട്ടാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്നത്. അപ്പോൾ ഷാനവാസെ ഡബിൾ സ്റ്റാൻഡ് പാടില്ല. നിങ്ങൾ ആദ്യം തൊട്ടേ അനുമോട് പറയുന്നതിന് നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം നമ്മൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ശരിയായ കാര്യമല്ല. നിങ്ങളെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, പ്രേക്ഷകർക്ക് ഇഷ്ടമാണ്. നിങ്ങൾ അതുപോലെ കളിക്കാൻ ശ്രമിക്കൂ. അപ്പോൾ അത് ജിസേൽ പെട്ടെന്ന് അപ്പോൾ അവളെ അന്ന് കണ്ടപ്പോൾ അവൾ കരച്ചിലും പിടിച്ചിലുമായിരുന്നു പറഞ്ഞപ്പോൾ ജിസേൽ പെട്ടെന്ന് ചോദിച്ചാൽ കരച്ചിലും പിടിച്ചിലും. അപ്പോൾ അവൾ അന്നും കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പോൾ ജിസേലിന് ഇപ്പോഴാണ് കാര്യം മനസ്സിലായത്. അനുമോളുടെ ട്രൂത്ത് ആയിരുന്നു. അനുമോൾ സത്യസന്ധമായിട്ട് ആണ് നിൽക്കുന്നത്. അനുമോൾ അങ്ങനെ തന്നെയാണ്. അനുമോളുടെ ക്യാരക്ടർ ഇത് തന്നെയാണ്. അനുമോൾ നിവർത്തികേട് കൊണ്ടാണ് ഇപ്പം ചൂടാവുന്നത്. അവൾക്ക് നിവർത്തികളുണ്ട്. ഞാനൊക്കെ എൻ്റെ സ്വഭാവത്തിൽ നിന്ന് അപ്പോഴും അടിയും കൊടുത്ത് പുറത്തു പോയേനെ. പിന്നെ വേറെ പണിയൊന്നും ഇല്ലെന്ന് ചോദിച്ചേനെ. നമ്മളെ നിന്റെ അമ്മയുടെ കൂടെ അതോടി കിടന്നേന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്ക് സഹിക്കാൻ പറ്റും? ഞാൻ നിങ്ങളോട് തന്നെ ചോദിക്കാം. നിന്റെ അമ്മയുടെ കൂടെ അതോടി കിടന്നേന്ന് ഒരുത്തൻ ചോദിക്കുവാണ്. അവനെ അടി കൊടുക്കണ്ടേ? നമ്മൾ അടി കൊടുത്തു പോകും. എന്ത് ഷോയാലും നമ്മൾ അറിയാതെ അത്രമാത്രം അവൾ കൺട്രോൾ ചെയ്തത് കൊണ്ടാണ് അവൾക്ക് അങ്ങനെ അവൾ മറ്റേത് പറഞ്ഞത്. അല്ലെങ്കിൽ അവളത് പറയത്തേ ഇല്ലായിരുന്നു. അതിന് മുമ്പ് തന്നെ അവൾ അഭിലാഷിനോട് പറഞ്ഞു. അല്ലാതെ അപ്പോഴത് ഉണ്ടാക്കി പറഞ്ഞൊന്നുമില്ല. അഭിലാഷിനോട് അവൾ നേരത്തെ പറഞ്ഞിരുന്നു ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ട്, കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോ അല്ലേന്ന്. ഇതുകൊണ്ട് തന്നെയാണ് ക്ലിപ്പിങ്സ് കാണിക്കാൻ അവൾ അവസാന നിമിഷം ലാലേട്ടനോട് തന്നെ പറഞ്ഞത് ഞാൻ കണ്ടു. നിങ്ങൾ കണ്ടോ കണ്ടില്ലെന്ന് എനിക്കറിയില്ല, നിങ്ങൾ കാണാത്ത എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ കണ്ടു. അതാണ് സ്റ്റാൻഡ്, അതാണ് റിയൽ പെണ്ണ്. അല്ലാണ്ട് പിന്നെ അയ്യോ സോറി ലാലേട്ട എനിക്കങ്ങനെ തോന്നിയതാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അനുമോളെ ഞാൻ ഇന്ന് വലിച്ചു കയറിയാണ് വിട്ടിരുന്നു. അവളെ പിറ്റേന്ന് അവിടെ മറ്റന്നാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരുന്നേ. അടുത്ത ആഴ്ച അവളെ ലെവിക്റ്റായി പോയിനെ. നാട്ടുകാർ മുഴുവൻ ആൾക്കെതിരെ തിരിഞ്ഞേനെ.
പക്ഷെ അവള് കണ്ടത് തന്നെ പറഞ്ഞു. അതാണ് നിലപാട്, അതാണ് നമ്മൾ. ഞാൻ നിലപാടുള്ള ഒരു സ്ത്രീയാന്ന് എന്നെ അറിയാവുന്നവർക്ക് എല്ലാവരും പറയും. സത്യമാണ്, ഞാൻ എൻ്റെ നിലപാട് തന്നെ. അതിനിപ്പോൾ ആകാശം വന്ന് അടന്ന് നമ്മുടെ ദേഹത്ത് വീഴുമെന്ന് പറഞ്ഞാലും നമ്മുടെ നിലപാട് നമ്മൾ ഉറച്ചു നിൽക്കണം. അതാണ് നമ്മുടെ സ്റ്റാൻഡ്, അതാണ് സത്യസന്ധത. അല്ലാണ്ട് മറ്റവർ പറയുന്നത് കേട്ടിട്ട് അപ്പുറത്തോട്ടും ചാടി ഇപ്പുറത്തോട്ട് പറയുന്നവരായിട്ട് ഇപ്പുറത്തോട്ടും ചാടി നിന്ന് കഴിഞ്ഞാൽ അത് യഥാർത്ഥ നിലപാടുള്ളവരല്ല, അവരൊക്കെ വെറും ഫേക്ക് എന്ന് എനിക്ക് പറയാൻ പറ്റൂ. അപ്പോൾ ഇനി ഇതിന് ശേഷം പിന്നീട് ഇന്നിപ്പം പിന്നെ ഷാനവാസിൻ്റെയും അനീഷിൻ്റെ ഒരു കോംബോ എനിക്ക് കാണാൻ പറ്റിയിട്ട് നല്ല രസമുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോസ് ഇടാം. അതിൻ്റെ ഒരു വീഡിയോ ഞാനൊരു ചെറിയ ക്ലിപ്പിങ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഞാൻ വീഡിയോ വിടാം കേട്ടോ. പിന്നെ ഇന്ന് പ്രത്യേകിച്ചായിരുന്നില്ല, കിച്ചണിൽ കയറിയിട്ട് അവരെല്ലാം കഴിക്കുന്നുണ്ട്. ഏതാണ്ടൊക്കെ ഉണ്ടാക്കി അനുമോട് ജിഷീനെ എല്ലാവരും ഏതാണ്ട് ഉണ്ടാക്കി. അത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ കുറേ ആര്യനൊക്കെ കയറി വന്ന്. പിന്നെ നമ്മുടെ ഇന്ന് സംസാരത്തിൽ എന്താ ആദിലയും നൂറയും കൂടി സംസാരിക്കുന്ന അനുമോളിനോട് ഞാൻ മിണ്ടണ്ടായെന്ന് ആലോചിക്കാന്ന് ആദില പറയുന്നു. അപ്പം പിന്നെ അപ്പോൾ നൂറ പറയുന്നു അവള് നമ്മളോട് മിണ്ടുന്നില്ലല്ലോ എന്ന് പറയുന്നു. അപ്പം ഇനി എങ്ങനെ മിണ്ടും എന്നുള്ളൊരവസ്ഥയാണ്. കാരണം ആദില ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഭയങ്കരമായിട്ട് യു ആർ സച്ച് എ ഫുഡ് പേഴ്സൺ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടൊരു ഷൗട്ട് ചെയ്തൊരു ഡയലോഗ് അടിച്ചായിരുന്നു. മാസ് ഡയലോഗാണ് ഇവരുടെ വിചാരം. അപ്പം കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ശൈത്യം ഔട്ടായി പോകുന്നത്. അപ്പം ഇപ്പം ഇവരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിലെ പാവാടവള്ളി ഗ്രൂപ്പിലെ ഷൈത്തയും അപ്പാനും ഔട്ടായിപ്പോയി. അതുമല്ല ശൈത്യ ഇവിടെ നിന്ന് അനുമോളുടെ കൂടെ നിന്നപ്പോൾ ശൈത്യ ഇവിടെ നിന്നതാണ്. അനുമോളുടെ അടുത്ത് നിന്ന് അങ്ങോട്ട് പോയപ്പോഴാണ് ശൈത്യ അവരുടെ ഗ്രൂപ്പായി മാറിയതും ശൈത്യ ഔട്ടായി പോയതും. അതുകൊണ്ട് കൺഫ്യൂഷനുണ്ട് എന്താണ് സംഭവം. പിന്നെ ലാലേട്ടൻ ഇത്രയും പറഞ്ഞപ്പോൾ ഇവള് നെഗറ്റീവായോ അനുമോള് നെഗറ്റീവായോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. പിന്നെ അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഷോ ലീഡ് ചെയ്യുന്ന ആള് ഷാനവാസ്, ഈ ഷോ ലീഡ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഷാനവാസ്. അയാളെ അവള് എന്തോ മൈൻഡ് ചെയ്യുന്നില്ലെന്നോ അങ്ങനെ എന്തോ ഒരു വാക്ക് പറഞ്ഞു. ലീഡ് ചെയ്യുന്ന ആള്, ഈ ഷോ ലീഡ് ചെയ്ത്, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാ വന്നത്. ഈ ഷോ ലീഡ് ചെയ്യുന്നതാണ് ഷാനവാസ് എന്നാണ് ആദിലയും നൂറയൊക്കെ വിചാരിക്കുന്നത്. അപ്പോൾ അവരുടെ ഗ്രൂപ്പിൽ അതുകൊണ്ടാണ് കൂടിയത്. അപ്പോൾ എന്തായാലും ഇത് ഇത്രയും കാര്യങ്ങളുണ്ട്. ഇപ്പം എന്തായാലും ലൈവിൽ എന്തോ ഒരു വഴക്കൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ അനീഷും ആര്യനും ഒക്കെ ആയിട്ടാണ്. അനീഷ് എന്തോ കൈപൊക്കിയൊക്കെ എന്തോ വർത്താനം പറഞ്ഞ് പഴം തിന്നുകൊണ്ടിരിക്കുകയാണ്. അനീഷിനെ ആദിലയും നൂറയും ഭയങ്കരമായിട്ട് പരിഹസിക്കുന്നുണ്ട്. വളരെ മോശമായിട്ടാണ് പരിഹസിക്കുന്നത്. ഈ പെൺപിള്ളേർക്ക് ഒരു റെസ്പെക്റ്റും ഇല്ല കേട്ടോ. നമ്മൾ വിചാരിച്ച കണക്കൊന്നുമല്ല, ഒരു റെസ്പെക്റ്റും ഇല്ല. ചുമ്മാ അതല്ല ഇവരുടെ പാരൻസ് ഒന്നും ഇവരുമായിട്ടൊന്നും വലിയ ഇത് കാണിക്കാത്ത. കാരണം നമ്മളൊരു ഞാൻ എപ്പോഴും പറഞ്ഞ ഒരു പേരൻസ് അവരെ കെട്ടിപ്പിടിക്കണം, അല്ലെ അവരുടെ കൂടെ കൂടണമെന്നൊക്കെയാണ്. പക്ഷേ ആദില ഇതിനകത്ത് എന്തോ ഒരു അത്ര എന്നൊരു നല്ല ക്യാരക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ആദില കുറച്ച് ഭയങ്കര അഹങ്കാരം മുതൽ ആദിലയാണ് നൂറ് രണ്ടുപേരും അത് തന്നെ, രണ്ടുപേരും സെയിം. ആ ഒരു അഹങ്കാരം ഇത്തിരി തലയ്ക്ക് പിടിച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ ഔട്ടാവുന്നില്ല. കാരണം പ്രേക്ഷകർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പാനി ഔട്ടായി, ശൈത്യ ഔട്ടായിട്ടും ആദിലയും നൂറയും ഔട്ടാവുന്നില്ല എന്നുള്ളത് അവർക്കൊരു അഹങ്കാരമുണ്ട്. എന്തായാലും നന്നായിട്ട് കളിച്ചാൽ നിൽക്കാം. എന്തായാലും അനീഷിൻ്റെ തോളെ കയറാനാണ് ഇപ്പം ശ്രമിക്കുന്നത്. അനീഷാണെ മാക്സിമം ഒഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ലൈവ് നടക്കുന്നത്. എന്തായാലും നമുക്ക് നെക്സ്റ്റ് അപ്ഡേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും.